PCOD പരമ്പരയിലെ 6ാമത്തെ വീഡിയോ ആണ് ഇത്. ആർത്തവചക്രത്തിലുടനീളമായി അണ്ഡാശയങ്ങളുടെ ഉള്ളിലെ ഫോളിക്കിളുകളിലും അണ്ടങ്ങളിലും ഹോർമോണുകളിലുമെല്ലാം സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുവാൻ പോകുന്നത്. ഇതിനെക്കുറിച്ചെല്ലാമുള്ള അറിവ് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോമിനെ കുറിച്ച് മാത്രമല്ല, ആർത്തവ സംബന്ധമായ മറ്റ് പല അവസ്ഥകളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുവാൻ നമ്മളെ വളരെയധികം സഹായിക്കും. അതിനുവേണ്ടിയാണ് സമയമെടുത്ത് മെനക്കെട്ട് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളും അതുപോലെ സമയമെടുത്ത് മെനക്കെട്ടിരുന്ന് ഈ വീഡിയോ കണ്ടാലേ അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുകയുള്ളൂ. തിരക്കിട്ട് കാണേണ്ട ഒന്നല്ല ഇത്. പിന്നീട് കാണേണ്ടുന്ന വീഡിയോകളുടെ ലിസ്റ്റിലിട്ട് സമയമുള്ളപ്പോൾ മാത്രം ശ്രദ്ധയോടെ കണ്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. PCOD പരമ്പരയിലെ 6ാമത്തെ വീഡിയോ ആണ് ഇത്. അണ്ഡാശയങ്ങളെക്കുറിച്ചും ആർത്തവ ചക്രത്തെ നിയന്ത്രിക്കുന്നതും സ്വാധീനിക്കുന്നതുമായ വിവിധ ഘടകങ്ങളെക്കുറിച്ചുമെല്ലാം PCOD പരമ്പരയിലെ 4ാമത്തെയും 5ാമത്തെയും വീഡിയോകളിലായി നമ്മൾ കണ്ടു കഴിഞ്ഞു. ആർത്തവ ചക്രത്തിലുടനീളം ഗർഭപാത്രത്തിനുള്ളിലെ ആവരണത്തിലും അണ്ഡാശയങ്ങളിലും ഹോർമോണുകളിലും സെർവിക്സിലുമെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും എന്നും ഞാൻ 5ാമത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ഈ വീഡിയോയിൽ അണ്ഡാശയങ്ങളിലും ഹോർമോണുകളിലുമെല്ലാം എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. PCOD പരമ്പരയിലെ 4ാമത്തെയും 5ാമത്തെയും വീഡിയോകൾ കാണാത്തവർ ആദ്യം അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും. PCOSനെ കുറിച്ചുള്ള വീഡിയോസ് വേഗം ഇടൂ എന്ന് നിരന്തരമായി എനിക്ക് മെസ്സേജസ് അയക്കുന്ന സഹോദരിമാരോടും മക്കളോടും എനിക്ക് പറയുവാനുള്ളത്, ഈ വീഡിയോ കൂടി ഒന്ന് കഴിയട്ടെ, അതിനുശേഷം നമുക്ക് ശരിക്കും തന്നെ PCOSന്റെ വിവിധ വശങ്ങളിലേക്ക് എന്തായാലും കടക്കാം. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ PCOSനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചായാലും അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് നന്നായി വ്യക്തമായി മനസ്സിലാകും. ഇത്രയും കാത്തില്ലേ, കുറച്ചുകൂടി കാക്കുക കേട്ടോ. ഞാനിവിടെ പറയുവാൻ പോകുന്നത് 28 ദിവസം നീണ്ടു നിൽക്കുന്ന ആർത്തവ ചക്രത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. 28ന് കുറവോ കൂടുതലോ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആർത്തവ ചക്രത്തിൽ ഇവയിൽ നിന്നും എന്തൊക്കെയാണ് വ്യത്യസ്തമായി സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വേറൊരു വീഡിയോയിൽ നോക്കാം. എല്ലാം കൂടി ഞാൻ ഈ വീഡിയോയിൽ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആശയക്കുഴപ്പം കൂടുകയേ ഉള്ളൂ. ഈ 28 ദിവസം നീണ്ടു നിൽക്കുന്ന ആർത്തവ ചക്രത്തിൻ്റെ ആദ്യത്തെ പകുതിയെ ഫോളിക്കുലർ ഫേസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ സമയത്ത് ഫോളിക്കിൾ വളരുകയും ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും അണ്ഡം മൂപ്പെത്തുകയും ഒക്കെ ചെയ്യുന്നു. 14ാമത്തെ ദിവസം അണ്ഡവിസർജനം അഥവാ ഓവുലേഷൻ നടക്കുന്നു. അതിനുശേഷമുള്ള 2ാമത്തെ പകുതിയെ ലൂട്ടിയൽ ഫേസ് എന്ന് വിളിക്കുന്നു. ഈ സമയത്ത് കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്നു. ഇതേക്കുറിച്ചെല്ലാം ഞാൻ വഴിയെ കൂടുതലായി പറയാം. മെൻസസ് ബ്ലീഡിംഗ് തുടങ്ങുന്ന ദിവസമാണ് ആർത്തവ ചക്രത്തിൻ്റെ ആദ്യത്തെ ദിവസമായി കണക്കാക്കുന്നത്. ഇവിടെ എനിക്ക് പറയുവാനുള്ളത്, ആർത്തവം തുടങ്ങുന്നതിന് ഒരു 2-3 ദിവസം മുൻപ് തന്നെ ചിലർക്ക് ചെറിയൊരു കറ അല്ലെങ്കിൽ സ്പോട്ടിംഗ് കണ്ടു തുടങ്ങും. ഇവ നമുക്ക് ആദ്യത്തെ ദിവസമായി കണക്കാക്കുവാൻ പാടില്ല. നന്നായി എന്നാണ് ബ്ലീഡിംഗ് ആരംഭിക്കുന്നത്, അതാണ് നമ്മൾ ആർത്തവ ചക്രത്തിൻ്റെ ആദ്യത്തെ ദിവസമായി കണക്കാക്കേണ്ടത്. ആർത്തവ ചക്രത്തിൻ്റെ ആദ്യത്തെ ദിവസം ആ മാസം വളരുവാനും ഓവുലേഷൻ നടക്കുവാനുമായുള്ള മത്സരത്തിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം ഫോളിക്കിളുകൾ അരങ്ങത്ത് പ്രവേശിക്കും. ആൻട്രൽ ഫോളിക്കിൾ എന്ന ഘട്ടം വരെ വളർച്ചയെത്തിയിട്ടുള്ള ഒരു കൂട്ടം ഫോളിക്കിളുകളാണ് ഇവ. പ്രൈമോഡിയൽ ഫോളിക്കിൾസ് എന്ന ദ്രാവകം നിറഞ്ഞ ചെറു സഞ്ചികളാണ് അണ്ഡങ്ങളുടെ പ്രാകൃത രൂപങ്ങളെ വഹിക്കുന്നതെന്നും ഈ ബാല്യകാലത്തിലുടനീളം അവ ഒരു ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണെന്നുമൊക്കെ ഈ പരമ്പരയിലെ ഇതിനു മുമ്പത്തെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ സമയത്തും ആ സമയത്ത് ആകെ മൊത്തമുള്ള പ്രൈമോഡിയൽ ഫോളിക്കിൾസിൻ്റെ ഒരു ചെറിയ ശതമാനം, ഒരു 5% താഴെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കും. ഇവയെ റിക്രൂട്ട്മെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇവ പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ടെർഷ്യറി ഫോളിക്കിൾ എന്നീ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്ന് ആൻട്രൽ ഫോളിക്കിൾ എന്ന ഒരു ഘട്ടത്തിൽ എത്തിച്ചേരും. ഈ വളർച്ച നടക്കുന്നത് ഏകദേശം 1 വർഷം സമയമെടുത്തിട്ടാണ്. ഇതിൽ അവസാനത്തെ 85 ദിവസത്തിലാണ് ഈ വളർച്ച ദ്രുതഗതിയിൽ നടക്കുന്നത്. ഈ യാത്രക്കിടയിൽ ഈ റിക്രൂട്ട് ചെയ്യപ്പെട്ട ഫോളിക്കിൾസിൽ നിന്നും ഒട്ടുമിക്ക ഫോളിക്കിൾസും ക്ഷയിച്ചു പോകും. വളരെ കുറച്ച് മാത്രമേ ഈ ആൻട്രൽ ഫോളിക്കിൾ എന്ന ആ ഒരു സ്റ്റേജ് വരെ എത്തുകയുള്ളൂ. അപ്പോൾ ഏതൊരു സമയത്തും വളർച്ചയുടെ ഈ കാലം, പ്രത്യേകിച്ചും ഈ ഒരു 85 ദിവസം നമുക്ക് നല്ലൊരു വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നമുക്ക് നല്ലൊരു അവസരമാണ് ഫോളിക്കിൾസിൻ്റെയും അണ്ഡങ്ങളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും അവ വളരുവാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനും, അതുപോലെ ഹോർമോണുകളുടെ ഈ അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഇംബാലൻസ് ശരിയാക്കുവാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുവാനും. ഉദാഹരണം, ഭക്ഷണ ക്രമീകരണം, വ്യായാമം, ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, ആവശ്യമുള്ള മരുന്നുകൾ, ഇവയൊക്കെ ശ്രമിച്ചു നോക്കുവാൻ പറ്റിയ ഒരു സമയമാണ് ഈ അവസാനത്തെ 85 ദിവസം.
അതിനാൽ തന്നെ ഇവയിൽ ഏത് നമ്മൾ ചെയ്തു തുടങ്ങിയാലും ചുരുങ്ങിയതൊരു 3-4 മാസം സമയമെടുക്കും അവയുടെ ഫലപ്രാപ്തി നമുക്ക് കുറച്ചെങ്കിലും അറിയണമെങ്കിൽ. ആർത്തവ ചക്രത്തിൻ്റെ 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻഡ്രൽ ഫോളിക്കിൾസ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുവാൻ പറ്റും. നമുക്ക് ബാക്കിയുള്ള ഫോളിക്കിൾസിൻ്റെ ശേഖരം അല്ലെങ്കിൽ റിസർവ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുവാൻ ഒരു മാർഗമാണിത്. അതിനാലാണ് ഈ വന്ധ്യതയ്ക്കൊക്കെ ചികിത്സ ചെയ്യുന്നവർക്കുണ്ടല്ലോ, ഈ ഡോക്ടർമാർ പലപ്പോഴും ആദ്യത്തെ 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം സ്കാൻ ചെയ്യുവാൻ വേണ്ടി എഴുതി കൊടുക്കാറുണ്ടല്ലോ, ഈ AFC ആൻഡ്രൽ ഫോളിക്കിൾ കൗണ്ട് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടി. അത് ഇതിനു വേണ്ടിയിട്ടാണ്. ശരി, ഇനി നമുക്ക് മെൻസസിൻ്റെ ആദ്യത്തെ ദിവസത്തിലേക്ക് തിരിച്ചു വരാം. ആർത്തവചക്രത്തിൻ്റെ ആദ്യത്തെ ദിവസം ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് രക്തത്തിൽ താരതമ്യേന വളരെ കുറവായിരിക്കും. ഇത് കാരണം ഓവറീസിൽ നിന്നും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലേക്കും ഹൈപ്പോതലാമസിലേക്കും സന്ദേശം എത്തും. ഒരു കൂട്ടം ഫോളിക്കിളുകൾ വളരാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈസ്ട്രജൻ അവ വളർന്നു വേണം ഉൽപ്പാദിപ്പിക്കുവാൻ, അതിനാൽ അതിന് വേണ്ട നടപടികളൊക്കെ ചെയ്തോളൂ എന്ന്. ഹൈപ്പോതലാമസ് ആവട്ടെ എന്ത് ചെയ്യും, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലേക്ക് GnRH ഹോർമോൺ അഥവാ ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ പറഞ്ഞു വിടും. എത്ര ഇടവിട്ടാണ്, എത്ര അളവിലാണ് ഈ GnRH പിറ്റ്യൂട്ടറിയിലേക്ക് പറഞ്ഞു വിടുന്നത് എന്നതനുസരിച്ചിരിക്കും പിറ്റ്യൂട്ടറി ഗ്രന്ഥി FSH ആണോ LH ആണോ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന്. താരതമ്യേന ദൈർഘ്യം കൂടിയ ഇടവേളകളിൽ, അതായത് ഒരു ദിവസം ഒരു 10-12 പ്രാവശ്യമായിട്ട് ഈ GnRH പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലേക്ക് എത്തുകയാണെങ്കിൽ FSH ആണ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആർത്തവ ചക്രത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ, അതായത് ഫോളിക്കുലർ സ്റ്റേജിൽ ഇങ്ങനെയാണ് സംഭവിക്കേണ്ടതും. LHും ഈ സമയത്ത് ഉൽപ്പാദിപ്പിക്കും, എന്നാൽ FSHൻ്റെ അത്രയില്ല, കുറവായ അളവിലായിരിക്കും. ഈ FSHും LHും രക്തത്തിലൂടെ സഞ്ചരിച്ച് അണ്ഡാശയങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഈ വളരുവാൻ നിയോഗിക്കപ്പെട്ട ഫോളിക്കിൾസ് ഇല്ലേ, അവയുടെ ഉള്ളിലേക്ക് എത്തുന്നു. ഈ ആൻഡ്രൽ ഫോളിക്കിൾസിൽ പ്രധാനമായും 2 തരം കോശങ്ങളാണുള്ളത്, ഗ്രാനുലോസ സെൽസ്, തീക്ക സെൽസ്. LH ഹോർമോണിനെ തിരിച്ചറിയുവാനുള്ള റിസപ്റ്റേഴ്സ് തീക്ക സെൽസിലും FSH ഹോർമോണിനെ തിരിച്ചറിയുവാനുള്ള റിസപ്റ്റേഴ്സ് ഗ്രാനുലോസ സെൽസിലുമാണ് ഉള്ളത്. LHൻ്റെ സ്വാധീനത്തിൽ തീക്ക സെൽസ് കൊളസ്ട്രോളിനെ സബ്സ്ട്രേറ്റ് അഥവാ അടിസ്ഥാന പദാർത്ഥമായി ഉപയോഗിച്ച് പലവിധ സ്റ്റെപ്പുകളിലൂടെ പലവിധ എൻസൈംസിൻ്റെ സാന്നിധ്യത്തിൽ ആൻഡ്രോസ്റ്റെനിൻഡയോൺ എന്ന പുരുഷ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ആൻഡ്രോസ്റ്റെനിൻഡയോൺ തീക്ക സെൽസിൽ നിന്നും തൊട്ടടുത്തുള്ള ഗ്രാനുലോസ സെൽസിലേക്ക് ചെല്ലുന്നു. ഈ ഗ്രാനുലോസ സെൽസ് ആകട്ടെ FSHൻ്റെ സ്വാധീനത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം അവയുടെ സ്വാധീനത്തിൽ തന്നെ ആരോമറ്റേസ് എന്ന ഒരു എൻസൈം ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ സഹായത്തോടെ ഈ ആൻഡ്രോസ്റ്റെനിൻഡയോണിനെ ഈസ്ട്രജനാക്കി മാറ്റുന്നു. ഈസ്ട്രജൻ തന്നെ പലതരത്തിലുണ്ട്, ഈസ്ട്രോൺ, ഈസ്ട്രാഡയോൾ, ഈസ്ട്രിയോൾ എന്നിങ്ങനെ. ഇതിൽ ഏറ്റവും വീര്യം കൂടിയ ഈസ്ട്രജൻ എന്ന് പറയുന്നത് E2 ആണ്, അതായത് ഈസ്ട്രാഡയോൾ. നമ്മൾ രക്തത്തിൽ ഈസ്ട്രജൻ്റെ അളവൊക്കെ നോക്കുമ്പോൾ സാധാരണ ഈ ഈസ്ട്രാഡയോളിൻ്റെ അളവാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെ പതുക്കെ ഈ ഫോളിക്കിൾസ് വളർന്നു തുടങ്ങുകയും അവ കുറേശ്ശെ ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങുകയും ചെയ്യും. ഒരു 6-ാമത്തെ 7-ാമത്തെ ദിവസമാകുമ്പോഴേക്കും ഇവയിൽ നിന്നും സാധാരണഗതിയിൽ ഒരൊറ്റ ഫോളിക്കിൾ മാത്രം പിന്നീട് അങ്ങോട്ട് വളരുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടും. ഇതിനെ ഡോമിനന്റ് ഫോളിക്കിൾ എന്ന് വിശേഷിപ്പിക്കും. പിന്നീട് അങ്ങോട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ, എല്ലാം കൃത്യമായി നടക്കുകയാണെങ്കിൽ ഈ ഡോമിനന്റ് ഫോളിക്കിളിൻ്റെ വളർച്ച ദ്രുതഗതിയിലായിരിക്കും. ബാക്കി ഫോളിക്കിൾസ് എല്ലാം ക്ഷയിച്ചു പോവുകയും ചെയ്യും. ഈ ഫോളിക്കിളിൻ്റെ ഉള്ളിൽ FSHനെ തിരിച്ചറിയുവാനുള്ള റിസപ്റ്റേഴ്സ് കുറച്ച് ധാരാളമായിട്ടുണ്ട് താനും. അവയുടെ സഹായത്തോടെ 7-ാമത്തെ തൊട്ട് 14-ാമത്തെ ദിവസത്തിൻ്റെ ഉള്ളിൽ ദ്രുതഗതിയിലാണ് ഈ ഫോളിക്കിൾ വളർന്നു വരുന്നത്. ഇവിടെ എനിക്ക് 1-2 കാര്യങ്ങൾ പറയുവാനുണ്ട്. ഒന്ന്, ഈ കൊളസ്ട്രോൾ ഉപയോഗിച്ചാണ് നമ്മുടെ ശരീരം ഈ ഈസ്ട്രജൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് നമ്മളിപ്പോൾ കണ്ടല്ലോ. കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ കൊഴുപ്പ് ആവശ്യമാണ്. അതിനാൽ തന്നെ നല്ല കൊഴുപ്പ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ചും ഹോർമോണുകളുടെ ഇംബാലൻസ് ഉള്ളപ്പോൾ. ഇവയെക്കുറിച്ചെല്ലാം ഈ പരമ്പരയിൽ പിന്നീടുള്ള വീഡിയോകളിൽ ഞാൻ വിശദമായി പറയാം. 2-ാമത്തെ കാര്യം, ഈ ഡോമിനന്റ് ഫോളിക്കിൾ ഒരു 7-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും തിരഞ്ഞെടുക്കപ്പെടും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനാലാണ് നമ്മൾ ഈ അണ്ടങ്ങൾ വളരുവാൻ ഉപയോഗിക്കുന്ന ക്ലോമിഫിൻ സിട്രേറ്റ് മുതലായ ഗുളികകൾ ഈ മെൻസസ് തുടങ്ങി 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം മുതലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ ഈ ഡോമിനന്റ് ഫോളിക്കിൾ വളർന്നു വരികയും അവയുടെ ഉള്ളിൽ ഈസ്ട്രജൻ ഉൽപ്പാദനം കൂടുതലായി കൊണ്ടിരിക്കുകയും ചെയ്യും. ഈ ഈസ്ട്രജന്റെ സ്വാധീനത്തിൽ അണ്ടങ്ങൾ പതുക്കെ മൂപ്പെത്തി തുടങ്ങുന്നു. ഗർഭപാത്രത്തിന്റെ ഉള്ളിലെ ആവരണമായ എൻഡോമെട്രിയത്തിലും പലവിധ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഈ ഗർഭപാത്രത്തിന്റെ വായ്ഭാഗമായ സെർവിക്സിലെ ഗ്രന്ഥികൾ സ്രവിക്കുന്ന സെർവൈക്കൽ മ്യൂക്കസ് എന്ന ദ്രാവകത്തിന്റെ രൂപഘടനയിലും അളവിലുമെല്ലാം മാറ്റം വരുന്നു. ഇതൊക്കെ ശരിയായി നടന്നാൽ മാത്രമേ ഗർഭധാരണം ശരിയാവുകയുള്ളൂ, അല്ലാതെ വെറുതെ ഓവുലേഷൻ മാത്രം നടന്നാൽ പോരാ. ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ വിശദമായി പിന്നീടുള്ള വീഡിയോകളിൽ പറയാം.
അങ്ങനെ ഈ ഡോമിനന്റ് ഫോളിക്കിൾ വളരുകയും കൂടുതൽ അളവിൽ ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. അവയുടെ ഉള്ളിലെ അണ്ഡവും മൂപ്പെത്തി തുടങ്ങുന്നു. ഒരു 12ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഈ ഫോളിക്കിൾ ഏകദേശം ഒരു 18 അല്ലെങ്കിൽ 20 മില്ലിമീറ്റർ വലിപ്പം വെച്ച് കാണും. ഈ മൂപ്പെത്തിയ അണ്ഡം ഫോളിക്കിളിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതിയോ? പോരല്ലോ അല്ലേ? അത് പുറത്തേക്ക് പോയാലല്ലേ അത് ബീജവുമായി കൂട്ടിമുട്ടി ബീജസങ്കലനം നടന്ന് ഭ്രൂണമൊക്കെ ഉണ്ടാകുവാൻ പറ്റുകയുള്ളൂ. അതിനായി ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് ഒരു നിശ്ചിത അളവിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് ഒരു ത്രഷോൾഡിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പലവിധ പോസിറ്റീവും നെഗറ്റീവുമായ സിഗ്നലുകൾ ഹൈപ്പോതലാമസിലേക്കും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലേക്കും എത്തിച്ചേരുന്നു. ഇവയുടെയെല്ലാം അടിസ്ഥാനത്തിൽ FSHന്റെ ഉൽപ്പാദനം കുറയുന്നു. മാത്രമല്ല, ഒരു കുത്തൊഴുക്ക് പോലെ LH ഹോർമോൺ അമിതമായ അളവിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. ഇതിനെ LH സർജ് എന്നാണ് വിളിക്കുന്നത്. ഈ LH സർജ് ഓവുലേഷൻ അഥവാ അണ്ഡവിസർജനം നടക്കുവാൻ അത്യന്താപേക്ഷിതമാണ്. ഈ LH സർജ് നടന്ന് 36 മണിക്കൂറിനുള്ളിൽ സാധാരണഗതിയിൽ ഓവുലേഷൻ അഥവാ അണ്ഡവിസർജനം നടക്കും. ഓവുലേഷൻ അഥവാ അണ്ഡവിസർജനം നടക്കുന്നത് മനോഹരമായ ഒരു പ്രക്രിയയിലൂടെയാണ്. LH സർജിൻ്റെയും ചില പ്രോട്ടീലറ്റിക് എൻസൈംസിൻ്റെയും സഹായത്തോടെ ഫോളിക്കിളിലും ഈ അണ്ഡാശയങ്ങളുടെ പുറം തോടിലും ഒരു ചെറിയ സുഷിരം ഉണ്ടാകുന്നു. ഈ സുഷിരത്തിലൂടെ വളരെ മൃദുവായി ഈ മൂപ്പെത്തിയ അണ്ഡം പുറന്തള്ളപ്പെടുന്നു. അണ്ഡം തനിയല്ല പുറന്തള്ളപ്പെടുന്നത്. അതിനെ സംരക്ഷിക്കുവാനും പരിപോഷിക്കുവാനുമായി ഒരു കൂട്ടം കോശങ്ങൾ അതിനെ പൊതിഞ്ഞ് എല്ലാം കൂടി ക്യുമുലസ് ഊഫറസ് എന്ന ഒരു കട്ടയായിട്ടാണ് പുറന്തള്ളപ്പെടുന്നത്. ഒപ്പം ഈ ഫോളിക്കിളിൻ്റെ ഉള്ളിൽ ഉള്ള ഈ ദ്രാവകം അല്ലെങ്കിൽ ഫോളിക്കുലർ ഫ്ലൂയിഡും പുറത്തേക്ക് നിക്ഷേപിക്കും. ഇതാണ് നമ്മൾ സ്കാനിങ് ചെയ്യുമ്പോൾ ഈ ഓവുലേഷനൊക്കെ നടന്നു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് പ്ലസ് ഇൻ ദ പൗച്ച് ഓഫ് ഡഗ്ലാസ് എന്നൊക്കെ റിപ്പോർട്ടിൽ കാണുന്നത്. ഈ ഫോളിക്കുലർ ഫ്ലൂയിഡ് പുറത്തേക്ക് ഇങ്ങനെ പോകുന്ന സമയത്തും ഈ ഓവുലേഷൻ നടക്കുന്ന സമയത്തും ചിലർക്ക് ചിലപ്പോൾ ചെറിയ വയറുവേദന അനുഭവിച്ചേക്കാം. ഇതിനെ ഓവുലേഷൻ പെയിൻ എന്ന് പറയും. ഈ ഓവുലേഷൻ കഴിഞ്ഞ് ഈ അണ്ഡത്തിനെ എങ്ങനെയാണ് ഈ ഫലോപ്പിയൻ ട്യൂബ് പിടിച്ച് വലിക്കുന്നതെന്നും എങ്ങനെയാണ് ബീജവും അണ്ഡവും സംയോജിച്ച് ഭ്രൂണമുണ്ടാകുന്നതെന്നും എങ്ങനെയാണ് അവ ഈ ട്യൂബിൽ നിന്നും പതുക്കെ ഗർഭപാത്രത്തിൽ വന്ന് അവിടെ വേരുറച്ച് പിടിക്കുന്നതെന്നും അവയെക്കുറിച്ചെല്ലാമുള്ള വിവരം നമുക്ക് വേറെ വീഡിയോകളിൽ പിന്നെ നോക്കാം. ഇവിടെ ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഓവുലേഷന് ശേഷം ആ ഫോളിക്കിളിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഫോളിക്കിളിൻ്റെ രൂപവും ആകൃതിയും പ്രവർത്തനവും എല്ലാം മാറും. അത് മഞ്ഞ നിറത്തിലുള്ള ഒരു സ്ട്രക്ചറായി മാറും. ഇതിനെ കോർപ്പസ് ലൂട്ടിയം എന്നാണ് വിളിക്കുന്നത്. ഓവുലേഷൻ കഴിഞ്ഞ് അടുത്ത ആർത്തവം വരെയുള്ള ആ ഘട്ടത്തെയാണ് ലൂട്ടിയൽ ഫേസ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ദൈർഘ്യം എപ്പോഴും 14 ദിവസം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഓവുലേഷൻ കഴിഞ്ഞാൽ കൃത്യമായി 14ാമത്തെ ദിവസം അടുത്ത ആർത്തവം ആരംഭിക്കും, ഗർഭിണി ആയില്ലെങ്കിൽ. ആർത്തവ ചക്രത്തിൻ്റെ ദൈർഘ്യത്തിൽ വരുന്ന വ്യത്യാസം ഈ ഫോളിക്കുലർ ഫേസിൻ്റെ ദൈർഘ്യത്തിൽ വരുന്ന വ്യത്യാസം മൂലമാണ്. ലൂട്ടിയൽ ഫേസിൻ്റെ ദൈർഘ്യം എപ്പോഴും എല്ലാവരിലും 14 ദിവസം ആയിരിക്കും. അതായത് ഓവുലേഷനും അടുത്ത മെൻസസിനും ഇടയ്ക്ക് എപ്പോഴും 14 ദിവസമേ വ്യത്യാസം ഉണ്ടാകുകയുള്ളൂ. ഇത് ഞാനിപ്പോൾ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇതിനെക്കുറിച്ചെല്ലാം കൂടുതൽ വിശദമായി നമുക്ക് പിന്നീട് വേറെ വീഡിയോകളിൽ നോക്കാം. ഈ ലൂട്ടിയൽ ഫേസിൽ ഈ ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ ഹൈപ്പോതലാമസിൽ നിന്നും ഒരു വേറെ ഫ്രീക്വൻസിയിലാണ് ഈ പിറ്റ്യൂട്ടറിയിലേക്ക് വരുന്നത്. അതായത് ഏകദേശം ഒരു 24 മണിക്കൂറിൽ ഒരു 24 പ്രാവശ്യം എന്ന ഒരു കണക്കിൽ. അതിനാൽ തന്നെ ഈ സമയത്ത് LH ഹോർമോണാണ് കൂടുതലായിട്ട് ഉണ്ടാകുക. LH ഹോർമോണിൻ്റെ സഹായത്തോടെ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണാണ് പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത്. ഈസ്ട്രജൻ ഹോർമോണും ഒരു മിതമായ ലെവലിൽ ഉണ്ടാകും. എന്നാൽ പ്രധാനമായും പ്രൊജസ്ട്രോൺ ഹോർമോണാണ് ഈ സമയത്ത് രക്തത്തിൽ കാണുന്നത്. ഈ പ്രൊജസ്ട്രോൺ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ, അഥവാ ഗർഭധാരണം നടക്കുകയാണെങ്കിൽ വളർന്നു വരുന്ന ഭ്രൂണത്തിനെ സംരക്ഷിക്കാനും പരിപോഷിക്കുവാനുമാണ്. ആർത്തവചക്രത്തിൻ്റെ ഒരു 21ാം ദിവസത്തിലാണ് ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഏറ്റവും കൂടുതലായിട്ടുള്ള അളവിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഗർഭധാരണം നടന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രൊജസ്ട്രോണിൻ്റെ ഉൽപ്പാദനം കൂടിക്കൂടി വരും. മറുകുട്ടി വന്ന് ഭ്രൂണത്തിൻ്റെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും സംരക്ഷണം പൂർണ്ണമായും ഏറ്റെടുക്കുന്നതുവരെ ഈ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു 23ാമത്തെ ദിവസം ആകുമ്പോഴേക്കും അറിയുവാൻ പറ്റും ഗർഭധാരണം നടന്നിട്ടുണ്ടോ, ഈ ഭ്രൂണം പിടിച്ചു പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ. ഗർഭധാരണം നടന്നിട്ടില്ലെങ്കിൽ ഈ കോർപ്പസ് ലൂട്ടിയം പതുക്കെ ക്ഷയിച്ചു തുടങ്ങും. LHൻ്റെയും FSHൻ്റെയും അളവ് കുറയും. ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ഉൽപ്പാദനം കുറയും. ഈ ഹോർമോണുകളുടെ അളവിൽ കുത്തനെയുള്ള താഴ്ച വരും. പ്രത്യേകിച്ചും പ്രൊജസ്ട്രോൺ ഹോർമോൺ, അതിൻ്റെ അളവാണല്ലോ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇതെല്ലാം ഗർഭപാത്രത്തിനുള്ളിലെ ആവരണമായ എൻഡോമെട്രിയത്തിൽ പലവിധ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കാരണമാകും. തന്മൂലം മെൻസസ് ബ്ലീഡിംഗ് ആരംഭിക്കും. അങ്ങനെ വീണ്ടും പുതിയൊരു ആർത്തവ ചക്രം തുടങ്ങും.
ഈ കോർപ്പസ് ലൂട്ടിയം ഒരു 3 മാസങ്ങൾക്കൊടുവിൽ ഒരു വെളുത്ത ചെറിയ സ്ട്രക്ചറായി രൂപാന്തരപ്പെടും. അതിനെ കോർപ്പസ് ആൽബിക്കൻസ് എന്ന് വിളിക്കും. ഇതിനെക്കുറിച്ചെല്ലാം കുറച്ച് കാര്യങ്ങൾ കൂടി പറയണമെന്ന് എനിക്കുണ്ട്. എന്നാൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒരുപാട് നീളമുള്ളതായി കഴിഞ്ഞു. അതിനാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിനു മുൻപ് ഒരൊറ്റ കാര്യം കൂടി പറയാം. സാധാരണ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഒരു മാസം ഈ ഇടതണ്ടാശയത്തിലാണ് ഈ ഫോളിക്കിൾ വളരുകയും ഓവുലേഷൻ നടക്കുകയും ചെയ്യുന്നതെങ്കിൽ അടുത്ത മാസം വലതുവശത്താണ് സംഭവിക്കുക, പിന്നെ ഇടതുവശത്ത് അങ്ങനെ എന്നൊക്കെ. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ഇത് റാൻഡമായിട്ട് എന്ന് പറഞ്ഞാൽ യാദൃച്ഛികമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പോൾ ഒരൊറ്റ ഓവറി മാത്രമുള്ളവരിൽ എല്ലാ മാസവും ഈ ഒരു ഓവറിയിൽ തന്നെ ഈ ഫോളിക്കിളുകൾ വളരുകയും ഈ ഓവുലേഷൻ നടക്കുകയും ചെയ്യുന്നതായിട്ട് ഒരുപാട് പഠനങ്ങളുണ്ട്. ഈ വീഡിയോയും 2 or 3 പ്രാവശ്യം കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകുകയുള്ളൂ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ PCODയെക്കുറിച്ച് മാത്രമല്ല വേറെ പല ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഈ കിട്ടിയ അറിവ് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുവാൻ ഓർക്കുക. അതിനായി ദയവായി വീഡിയോ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വീണ്ടും അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു.